ഹേ ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കുന്നത് ജെൻഡർ പെർസ്പെക്റ്റീവ്സ് ഇൻ ലിറ്ററേച്ചർ എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ദാറ്റ്സ് ജെൻഡർ സ്റ്റഡീസ് ഇൻട്രൊഡക്ഷൻ. സോ എന്താണ് ഈ ജെൻഡർ സ്റ്റഡീസ് എന്ന് നമുക്ക് നോക്കാം. ആക്ച്വലി ജെൻഡർ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർ ഡിസിപ്ലിനറി സബ്ജക്റ്റാണ്. അതായത് ജെൻഡറിൻ്റെ കൂടെ തന്നെ റേസ്, ക്ലാസ്, സെക്ഷുവാലിറ്റി, നാഷണാലിറ്റി ഇങ്ങനെയുള്ള കുറേ ടോപ്പിക്സും കൂടി കവർ ചെയ്ത് പോകുന്നുണ്ട്. സോ ഇത് ഒരു ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസിനെ കാണിക്കുന്നുണ്ട്, സോഷ്യൽ സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ് ഇതിനെ സറൗണ്ട് ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട്, അതുപോലെ കൾച്ചറൽ എക്സ്പ്രഷൻസും എക്സാമിൻ ചെയ്യുന്നുണ്ട്. സോ ഒരു മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ജെൻഡർ എന്ന് പറയുന്നത് ബയോളജിക്കൽ അല്ല, പക്ഷേ ഇത് സോഷ്യലി കൺസ്ട്രക്റ്റ് ചെയ്ത ഒരു കാര്യമായിട്ടാണ് ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് ഐഡിയ എന്ന് പറയുന്നത്. സോ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മെയിൽസിൻ്റെ റോള് ആൻഡ് ഐഡൻറ്റിറ്റീസ്, പിന്നെ സ്ത്രീകളുടെ എക്സ്പീരിയൻസസ്, അതുപോലെ നോൺ ബൈനറി ആൻഡ് ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ടും കവർ ചെയ്ത് പോകുന്നത്. സോ ജെൻഡർ സ്റ്റഡീസ് മെയിനായിട്ട് നോക്കുന്നത് എങ്ങനെയാണ് പല ജെൻഡേഴ്സിലുള്ള ആൾക്കാരെ സൊസൈറ്റി ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ജെൻഡർ സ്റ്റഡീസ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തതാണ് സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് മസ്കുലൈനിറ്റി ആൻഡ് ഫെമിനൈറ്റി. അതായത് മസ്കുലൈൻ ആൻഡ് ഫെമിനൈൻ ക്യാരക്ടറിനെ എങ്ങനെയാണ് സോഷ്യലി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്, അതുപോലെ പവർ റിലേഷൻസ് ബിറ്റ്വീൻ ജെൻഡേഴ്സ്, ഏത് ജെൻഡറിനാണ് ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് എന്നുള്ള കാര്യം, പിന്നെ കൾച്ചറൽ എക്സ്പെക്റ്റേഷൻസ് ആൻഡ് നോംസ്, കൾച്ചറലി ഓരോ ജെൻഡറിൽ നിന്നും എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ദെൻ ഇൻ്റർസെക്ഷൻ വിത്ത് അതർ ഐഡൻറ്റിറ്റീസ്, ദാറ്റ് മീൻസ് മറ്റുള്ള സോഷ്യൽ ഐഡൻറ്റിറ്റീസ്, അതായത് റേസ്, ക്ലാസ്, അതും ജെൻഡറും തമ്മിലുള്ള ഒരു ഇൻ്റർസെക്ഷൻ. സോ ഇവിടെ മെയിനായിട്ട് വരുന്നൊരു ടേം, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് ഇൻ്റർസെക്ഷനാലിറ്റി എന്ന് പറയുന്നത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്താണെന്ന് വെച്ചാൽ ജെൻഡർ ഇസ് കണക്റ്റഡ് വിത്ത് റേസ്, ക്ലാസ്, സെക്ഷുവാലിറ്റി, അതായത് മൾട്ടിപ്പിൾ ഐഡൻറ്റിറ്റീസ് വന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇൻ്റർസെക്ഷനാലിറ്റി എന്ന് പറയുന്നത്. അതിലൂടെ ഓരോ ആൾക്കാർ ഫേസ് ചെയ്യുന്ന എക്സ്പീരിയൻസസ്, അത് ചിലപ്പോൾ ഒപ്രഷൻ ആവാം, പ്രിവിലേജും ആവാം. സോ അതിനെയാണ് നമ്മൾ ഇൻ്റർസെക്ഷനാലിറ്റി എന്ന് പറയുന്നത്. സോ ഇവിടെ മെയിനായിട്ടും ജെൻഡറാണ് നമ്മൾ നോക്കുന്നതെങ്കിലും ഇതിൻ്റെ ഒപ്പം തന്നെ മറ്റുള്ള ഐഡൻറ്റിറ്റീസും കൂടി ചേർന്ന് ഡിസ്ക്രിമിനേഷൻ വരുത്തുന്നുണ്ട്. സോ അതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ജെൻഡർ സ്റ്റഡീസ്. എന്തിനാണ് നമ്മൾ ജെൻഡർ സ്റ്റഡീസ് അല്ലെങ്കിൽ ഇതൊക്കെ പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഐഡൻറ്റിറ്റി ഫോർമേഷനെ മനസ്സിലാക്കാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ എങ്ങനെയാണ് നമ്മുടെ റോൾസിനെയൊക്കെ സൊസൈറ്റി ഷേപ്പ് ചെയ്യുന്നത്, അതുപോലെ ട്രഡീഷണൽ ഐഡിയാസിനെ, അതായത് ജെൻഡറിനെ കുറിച്ചിട്ടുള്ള ട്രഡീഷണൽ ഐഡിയാസിനെയൊക്കെ ചലഞ്ച് ചെയ്യാനായിട്ടും പറ്റും. സോ ഇത് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് സ്റ്റീരിയോ ടൈപ്സ് ആണ്. നമുക്കറിയാം ട്രഡീഷണലി ഫോളോ ചെയ്ത് വരുന്ന ചില കാര്യങ്ങളുണ്ട്. സോ അതിനെയൊക്കെയാണ് ജെൻഡർ സ്റ്റഡീസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യുന്നത്. ദെൻ പ്രൊമോട്ട്സ് ഇക്വാളിറ്റി. നമുക്കറിയാം ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത്. സോ ഇക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തത്. ദെൻ റീഷേപ്സ് സൊസൈറ്റൽ തിങ്കിങ്. സൊസൈറ്റി തിങ്ക് ചെയ്ത് വെച്ചിരുന്നത് അല്ലെങ്കിൽ സൊസൈറ്റി ഒരു ജെൻഡർ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നതിനെ റീഷേപ്പ് ചെയ്തെടുക്കുകയാണ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ജെൻഡർ സ്റ്റഡീസ് പ്രൊമോട്ട് ചെയ്യുന്നത്. സോ ജെൻഡർ സ്റ്റഡീസ് നമ്മളെ ഒരു ഫെയർ ആൻഡ് ഇൻക്ലൂസീവ് സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ. സോ ഏർലി ബിഗിനിങ് തുടങ്ങിയത് എപ്പോഴാണെന്ന് വെച്ചാൽ വിമൻസ് റൈറ്റ്സ് മൂവ്മെൻറ്റ്സിലൂടെയാണ് തുടങ്ങുന്നത്. ദാറ്റ് ഈസ് ലേറ്റ് 19th ആൻഡ് 20th centuries. സോ അവിടെ USA ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. അവിടെയാണ് വിമൻസ് റൈറ്റ്സ് മൂവ്മെൻറ്റ് തുടക്കം എന്ന് പറയുന്നത്. ദെൻ 1960s to 70s വിമൻസ് ലിബറേഷൻ മൂവ്മെൻറ്റ്, അത് ട്രഡീഷണൽ ജെൻഡർ റോൾസാണ് ക്രിട്ടിസൈസ് ചെയ്തത്. പിന്നെ സെക്കൻഡ് വേവ് ഫെമിനിസം എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് ജെൻഡർ സ്റ്റഡീസ് അന്നേരം അക്കാഡമിക് ഡിസിപ്ലിനായിട്ട് മാറി. സോ ഇത് ഇനീക്വാളിറ്റി ഫോക്കസ് ചെയ്തു, മെയിൽ ഡൊമിനേറ്റഡ് സിസ്റ്റംസിനെയും സ്ട്രക്ചറിനെയൊക്കെ ഫോക്കസ് ചെയ്തു. സോ വിമൻസ് സ്റ്റഡീസാണ് ജെൻഡർ സ്റ്റഡീസായിട്ട് പിന്നീട്
വന്നത്. സോ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത് റേസ്, ക്ലാസ്, സെക്ഷുവാലിറ്റി ഇതൊക്കെയാണ്. ഇതിൻ്റെ മോഡേൺ ഡെവലപ്മെൻറ്റ് ഇൻഫ്ലുവൻസ്ഡ് ആയത് ക്വീർ തിയറിയും പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസും ഒക്കെ വഴിയാണ്. സോ ഇപ്പം അല്ലെങ്കിൽ നിലവിൽ ഇതൊരു ഗ്ലോബൽ ആൻഡ് ഇൻ്റർ ഡിസിപ്ലിനറി ഫീൽഡായിട്ടാണ് മാറിയിരിക്കുന്നത്. നേച്ചർ ആൻഡ് സ്കോപ്പ്. നേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻ്റർ ഡിസിപ്ലിനറി ആണ്. അതുപോലെ ഫെമിനിസ്റ്റ് തിയറി ബേസ് ചെയ്തിട്ടാണ് കൂടുതലും. അതുപോലെ ജെൻഡർ എന്ന് പറയുന്നത് സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പഠനം കൂടിയാണ്. ദെൻ സ്കോപ്പ്. സോ ജെൻഡർ എഡ്യൂക്കേഷനിലും വർക്കിലും ഹെൽത്തിലും നിയമത്തിലും മീഡിയയിലുമൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ നോക്കുന്നത്. അതുപോലെ തന്നെ സെക്ഷൽ ഐഡൻറ്റിറ്റീസ്, ജെൻഡർ ഇഷ്യൂസ്, ഗ്ലോബലൈസേഷൻ്റെയും കൊളോണിയലിസത്തിൻ്റെയൊക്കെ എഫക്ട്സ്, ഇതൊക്കെ നമ്മളിതിൽ പഠിക്കുന്നുണ്ട്. സോ ജെൻഡർ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ലൈഫിനെ സൊസൈറ്റിയുമായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇമ്പോർട്ടൻസ് ഇൻ സൊസൈറ്റി. നമുക്കറിയാം ജെൻഡർ സ്റ്റീരിയോ ടൈപ്സിനെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇക്വാളിറ്റിയും ജസ്റ്റിസിനെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡിസ്ക്രിമിനേഷനെയും പ്രിവിലേജിനെയും എക്സ്പ്ലെയിൻ ചെയ്തും കാണിക്കുന്നുണ്ട്. സോ ഇത് ആരെയൊക്കെ സഹായിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിനെ സഹായിക്കും. അതുപോലെ റൈറ്റ്സിനെ പ്രൊമോട്ട് ചെയ്യും, എംപതി ക്രിയേറ്റ് ചെയ്യും. സോ ഇത് കുറച്ചുകൂടി ഇൻക്ലൂസീവ് ആയിട്ട് അല്ലെങ്കിൽ ഈക്വൽ വേൾഡിനെയാണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇതിന് സൊസൈറ്റിയിൽ വളരെയധികം ഇമ്പോർട്ടൻസ് തന്നെ ഉണ്ട്. ഇനി ഏതൊക്കെയാണ് ജെൻഡർ സ്റ്റഡീസിൽ വരുന്ന മേജർ കോൺസെപ്റ്റ്സ് എന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ജെൻഡർ വേഴ്സസ് സെക്സ്. സോ ജെൻഡറും സെക്സും തമ്മിൽ ഉള്ള ഡിഫറൻസ് ആണ് മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. സെക്സ് എന്ന് വെച്ചാൽ ബയോളജിക്കൽ ആണ്. ബോഡി, ഹോർമോൺസ് ഇതൊക്കെ വഴി ബയോളജിക്കലായിട്ട് നമ്മൾ വേർതിരിച്ച് കാണുന്നതാണ് സെക്സ് എന്ന് പറയുന്നത്. ജെൻഡർ മീൻസ് സോഷ്യൽ റോൾസ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ്. അതായത് നമ്മൾ പറഞ്ഞു സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ് എന്നുള്ളത്. സോ സൊസൈറ്റിയിൽ നമ്മുടെ റോൾ എന്താണ് അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻസ് എങ്ങനെയാണ് എന്നുള്ളതാണ് ജെൻഡർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ആണുങ്ങൾ കരയാറില്ല എന്ന് പറയും. ഇത് ശരിക്കും ഒരു ബയോളജിക്കൽ ട്രൂത്ത് അല്ല, പക്ഷേ ജെൻഡർ ഐഡിയ ആണ്, അതായത് സോഷ്യലി കൺസ്ട്രക്ട് ചെയ്തൊരു ഐഡിയ ആണ്. സോ ദിസ് ഇസ് കോൾഡ് ജെൻഡർ. സോ ജെൻഡർ സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ് എന്നാണ് പറയുന്നത്. ഈ ജെൻഡറിൻ്റെ ഉള്ളിലാണ് LGBTQIA+ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങളൊക്കെ വരുന്നത്. ബിക്കോസ് ഇത് ബയോളജിക്കൽ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സെക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഓർഗൻസ് വെച്ചിട്ട് നമ്മൾ വേർതിരിച്ച് കാണുന്നതാണ് ഏതാണ് മെയിൽ ഏതാണ് ഫീമെയിൽ എന്നുള്ളത്. ബട്ട് ജെൻഡർ ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇറ്റ് ഈസ് സോഷ്യലി കൺസ്ട്രക്റ്റഡ്. ഇനി എന്താണ് ഇൻ്റർസെക്ഷനാലിറ്റി? ഞാൻ നേരത്തെ പറഞ്ഞ് ഇൻ്റർസെക്ഷനാലിറ്റി എന്താണെന്നുള്ളത് മൾട്ടിപ്പിൾ ഐഡൻറ്റിറ്റീസ് ഫോം ചെയ്ത് ഒരു യുണീക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് പ്രൊഡ്യൂസ് ചെയ്യാണ്. ഇറ്റ് ക്യാൻ ബി ഒപ്രഷൻ ഓർ ഇറ്റ് ക്യാൻ ബി പ്രിവിലേജ്. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു പാവപ്പെട്ട സ്ത്രീ ഫേസ് ചെയ്യുന്ന ചലഞ്ച് എന്ന് പറയുന്നത് ഒരു പണക്കാരിയായ സ്ത്രീ അനുഭവിക്കുന്നതിന് വ്യത്യസ്തമാണ്. ബിക്കോസ് അവർ പുവറുമാണ്, വിമണുമാണ്. സോ ഡബിൾ മാർജിനലൈസേഷൻ നേരിടേണ്ടി വരും. പക്ഷേ റിച്ച് വിമൺ ആണെന്നുള്ളതിൻ്റെ മാത്രം ഡിസ്ക്രിമിനേഷൻ ചലഞ്ച് ചെയ്താൽ മതി. സോ ഈ ഒരു ഡബിൾ ഡിസ്ക്രിമിനേഷനാണ് ഇൻ്റർസെക്ഷനാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് ഫെമിനിസമാണ്. നമുക്കറിയാം ഫെമിനിസം എന്ന് പറഞ്ഞാൽ ജെൻഡർ ഇക്വാളിറ്റിക്ക് വേണ്ടിയുള്ള ഒരു മൂവ്മെൻറ്റാണ്. ഇത് പാട്രിയാർക്കി, സെക്സിസം, ഡിസ്ക്രിമിനേഷൻ ഇതിനെയൊക്കെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് വരുന്ന ക്വീർ തിയറി. ക്വീർ തിയറി എന്ന് വെച്ചാൽ ഫിക്സ്ഡ് ആയിട്ടുള്ള ജെൻഡർ കാറ്റഗറീസിനെ ചലഞ്ച് ചെയ്യാണ്. ദാറ്റ് മീൻസ് മെയിലും ഫീമെയിലും മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്കും ജെൻഡർ ഐഡൻറ്റിറ്റീസ് ഉണ്ട് എന്നുള്ളതിനെ കാണിക്കുന്നതാണ് ക്വീർ തിയറി. അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ക്വീർ എന്ന് പറയുന്നത്. സോ ഇവർ ജെൻഡർ ഫ്ലൂയിഡിറ്റിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ നേരത്തെ പറഞ്ഞത് ഇതിനകത്താണ് LGBTQ+ ഐഡൻറ്റിറ്റീസൊക്കെ വരുന്നത്. ദെൻ മസ്കുലൈനിറ്റി സ്റ്റഡീസ്. സോ മസ്കുലൈനിറ്റി സ്റ്റഡീസ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് മാൻഹുഡ് സോഷ്യലി ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ളൊരു പഠനമാണ്. സോ ഇത് അതിൻ്റെ എന്താ പറയുക, അതിന് സൊസൈറ്റിയായിട്ടുള്ള ഇമ്പാക്റ്റൊക്കെ എക്സാമിൻ ചെയ്യുന്നുണ്ട്. ദെൻ ട്രാൻസ്ജെൻഡർ സ്റ്റഡീസ്. സോ ട്രാൻസ്ജെൻഡർ സ്റ്റഡീസ് ഫോക്കസ് ചെയ്യുന്നത് ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റീസും പിന്നെ അതുപോലെ അവർ നേരിടുന്ന സോഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള ഇഷ്യൂസും
പിന്നെ ജെൻഡർ എക്സ്പ്രഷനും ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. സോ എന്താണ് ജെൻഡർ, എന്താണ് സെക്സ്, എന്തൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇൻ കൺക്ലൂഷൻ, ജെൻഡർ സ്റ്റഡീസ് എന്ന് വെച്ചാൽ ഒരു പവർഫുൾ ഫീൽഡ് തന്നെയാണ്. സോ ഇത് നമ്മളെ ഐഡൻറ്റിറ്റി, പവർ, സൊസൈറ്റി ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇത് ജെൻഡർ സ്റ്റഡീസ് മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, പക്ഷേ ഇനീക്വാളിറ്റിയെ ചലഞ്ച് ചെയ്യുകയും ജസ്റ്റിസിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ ഇത് ഇത്രയും കാര്യങ്ങളാണ്, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെയാണ് ജെൻഡർ സ്റ്റഡീസ് ഈ ഒരു ചാപ്റ്ററിനകത്ത് പറഞ്ഞു പോകുന്നത്. സോ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ജസ്റ്റ് ബ്രീഫായിട്ട് നോക്കിയത്. അടുത്തടുത്ത ചാപ്റ്റേഴ്സിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. താങ്ക് യു.